ഹലോ ഫ്രണ്ട്സ്, സ്നേഹന ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ഉരുളൻകിഴങ്ങും ഉപയോഗിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 2 മുട്ട എടുത്ത് പുഴുങ്ങി ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, പിന്നെ 1/2 സ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് നല്ലവണ്ണം ഉപ്പിട്ട് പുഴുങ്ങി വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 പച്ചമുട്ട വേണം, മൈദപ്പൊടി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം മൂക്കുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളതിലേക്ക് ഇനി പച്ചമുളകും കറിവേപ്പിലയും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം ഒരു സവോള വാടുന്നത് വരെ നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഇടേണ്ടത് പൊടി ഐറ്റംസാണ്. ഉപ്പ് പൊടി ഇടണം, മഞ്ഞൾ പൊടി ഇടണം, കുരുമുളക് പൊടി ഇടണം, മസാലപ്പൊടിയും ഇടണം. നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഈ എല്ലാ പൊടികളും നമ്മൾ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളത് മൂത്ത് വന്നപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഉരുളൻകിഴങ്ങ് വേകുന്ന വരെ നമ്മൾ നല്ലോണം അടച്ച് വെച്ച് വേവിച്ച് എടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ടയും പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മൈദയും അതിൽ കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നമ്മളത് അടിച്ച് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കട്ടിലടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് നമ്മൾ കുറച്ച് എടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നീളത്തുള്ളൊരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഓരോ മുട്ടയുടെ ചെറിയ പീസുകൾ ഉള്ളിലേക്ക് വെച്ച് നമ്മളതിനെ ഫില്ല് ചെയ്ത് മുട്ടയുടെ നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ ആ ഇതിലേക്ക് നമ്മൾ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ നമ്മൾ അതിനെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ നല്ലോണം അപ്പുറമൊക്കെ ഇട്ട് മൊരിയിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.